ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. ബറാബാസ് ഉള്ളില്, ഈശോ മിശിഹ പുറത്ത്. പുതിയ നിയമ വചനധ്യാനം ക്ലാസ് 55. സ്ലീഹന്മാരുടെ നടപടി പുസ്തകം 3-ാമത്തെ അധ്യായം 14-15 വാക്യങ്ങൾ. പത്രോസിന്റെ ദേവാലയ പ്രസംഗം. ഏറ്റുമുട്ടലിന്റെ ഭാഷയാണ് പത്രോസ് സുവിശേഷം പ്രസംഗിക്കാൻ ഉപയോഗിക്കുന്നത്. ഈ വിശുദ്ധ വാരത്തിലെങ്കിലും അച്ഛന് ഇത്തരം വീഡിയോകൾ നിർത്തിക്കൂടെ എന്ന് ചിലരെങ്കിലും കമന്റ് ബോക്സിൽ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്കത് കാണാം. എന്താണ് സുവിശേഷം? ഏറ്റുമുട്ടലിന്റെ സദ്വാർത്തയാണ് സുവിശേഷം. ആ വാക്കിനർത്ഥം, ഏവങ്കേൽ എന്ന വാക്കിനർത്ഥം യുദ്ധത്തിൽ വിജയം വരിച്ചെന്ന വാർത്ത, യുദ്ധത്തിൽ വിജയം വരിച്ചു എന്ന വാർത്ത. എല്ലാ വാർത്തയും എവാങ്കേലിയനല്ല, സുവിശേഷമല്ല. യുദ്ധത്തിൽ വിജയം വരിച്ചെന്ന വാർത്തയാണ്. പൈശാചി ശക്തികളുമായ യുദ്ധമാണ് സുവിശേഷം. ഇതൊന്നും അറിയാതെ ചില ധ്യാന കേന്ദ്രങ്ങളിലോ ചില ധ്യാന ഗുരുക്കന്മാരോ ക്ഷമിക്കുക പൊറുക്ക് എന്ന് മാത്രം കേട്ട് അത് മാത്രമാണ് സുവിശേഷം, സ്നേഹമെന്നതിൽ ശിക്ഷണമില്ല, എല്ലാം പൊറുക്കൽ മാത്രമേ ഉള്ളൂ എന്നൊക്കെ തെറ്റിദ്ധരിച്ച് വെച്ചിരിക്കുന്നതാണ് സുവിശേഷം എന്ന് കരുതുകയാണ്. അന്നത്തെ യഹൂദ മത നേതൃത്വവും ഇപ്പോഴത്തെ നമ്മുടെ നേതൃത്വം തമ്മിൽ വലിയ അന്തരമില്ല. ബറാബാസിനെ വിട്ടുകിട്ടണമെന്ന് ആവശ്യപ്പെടുകയും അയാളെ ഹൃദയത്തിൽ കുടിയിരുത്തുകയും ഈശോ മിശിഹായെ ക്രൂശിക്കണമെന്ന് പറഞ്ഞ് പടികടത്തുകയും ചെയ്യുന്ന കാര്യത്തില് അന്നത്തെ മത നേതൃത്വവും ഇപ്പോഴത്തെ നേതൃത്വവും ഒരേ നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ബറാബാസുമാര് അകത്ത് കുടിയിരിക്കുന്നതും ഈ ഈശോ മിശിഹ ബസിലിക്ക പള്ളിയിൽ നിന്നും മറ്റു പള്ളികളിൽ നിന്നും പുറത്തു പോയിരിക്കുന്നതും. അപ്പൊ നമുക്ക് വചനത്തിലേക്ക് കടക്കാം. നടപടി പുസ്തകം 3:14-15. പരിശുദ്ധനും നീതിമാനുമായ അവനെ നിങ്ങൾ നിരാകരിച്ച് പകരം ഒരു കൊലപാതകയെ വിട്ടുതരണം എന്ന് അപേക്ഷിച്ചു. ജീവന്റെ നായകനെ നിങ്ങൾ കൊന്നുകളഞ്ഞു. എന്നാൽ അവനെ ദൈവം മരിച്ചവരിൽ നിന്ന് എഴുന്നേൽപ്പിച്ചു. അതിന് ഞങ്ങൾ സാക്ഷികളാണ്. ആ വാക്കുകൾ നോക്കിയാൽ, പരിശുദ്ധനും നീതിമാനുമായ അവനെ. മിശിഹായുടെ ശീർഷകങ്ങളായിരുന്നു ഈ രണ്ട് വാക്കുകളും, പരിശുദ്ധൻ, നീതിമാൻ. ലൂക്കാസിന് സുവിശേഷം 21:46, സങ്കീർത്തനം 31, യോഹന്നാൻ 7:52, 1 തിമോത്തി 3:16, സ്ലീഹന്മാരുടെ നടപടി തന്നെ 4:27, 4:30, മർക്കോസ് 1:24, ലൂക്കാസിന്റെ സുവിശേഷം 4:34. ഇത് പത്രോസ് പറയുന്നത് എന്നാണ്? ഈശോ മിശിഹായെ അവര് കൊന്നു കളഞ്ഞിട്ട് ഈ ഓഡിയൻസിലുള്ള കുറെ പേര് അന്ന് ഈശോയെ ക്രൂശിക്കാനായിട്ട് ആക്രോശിച്ചവരാണ്. അപ്പൊ ഈശോയെ കൊന്നു കളഞ്ഞിട്ട് അധികം ദിവസങ്ങളായിട്ടില്ല. ആ കൊന്നു കളഞ്ഞവരിലെ അവരെ നോക്കിയിട്ടാണ് പത്രോസ് അവർക്കതൊരു കുറ്റപത്രം സമർപ്പിക്കുകയാണ്. പരിശുദ്ധനും നീതിമാനുമായ അവനെ നിങ്ങൾ, എന്റെ ഈ ശ്രോതാക്കൾ, കേൾവിക്കാര്, നിങ്ങൾ നിരാകരിച്ചു, പകരം ഒരു കൊലപാതകയെ വിട്ടുതരണമെന്ന് അപേക്ഷിച്ചു. അപ്പം കുറ്റപത്രം സമർപ്പിക്കുകയാണ്. പൊതുജനത്തിന്റെ കോടതിയിൽ കുറ്റപത്രം സമർപ്പിക്കുകയാണ് പത്രോസ്. പത്രോസിന്റെ ദേവാലയ പ്രസംഗമാണിത്. ആ വാക്കുകൾ നിങ്ങൾ ഒന്നുകൂടി കേൾക്കണം. പരിശുദ്ധനും നീതിമാനുമായ അവനെ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ നിരാകരിച്ചു, പകരം നിങ്ങൾ ഒരു കൊലപാതകയെ വിട്ടുകിട്ടണമെന്ന് അപേക്ഷിച്ചു. ജീവന്റെ നായകനെ നിങ്ങൾ കൊന്നുകളഞ്ഞു. ഇതാണ് കുറ്റപത്രം, ഇതാണ് സുവിശേഷം. എന്നിട്ട് കൊന്നുകളഞ്ഞിട്ട് എന്ത് സംഭവിച്ചെന്ന കാര്യം പിന്നത്തെ വാക്യത്തിൽ പറയുന്നു. അപ്പോൾ വളരെ ശക്തമായ ഒരു സംഗതി പറയാം. പരിശുദ്ധനും നീതിമാനുമായ ഒരാളെ മരണത്തിന് വിട്ടുകൊടുത്തിട്ട് കൊലപാതകയെ വിട്ടു തരണമെന്ന് പറയുമ്പോൾ അത് എത്ര അന്യായമാണത്, എത്ര അനീതിയാണത്, കൊടും ക്രൂരതയാണത്. പക്ഷെ അതോടൊപ്പം പരിശുദ്ധനും നീതിമാനുമെന്നാണ്. അത് ദൈവശാസ്ത്രപരമായ വിശ്വാസ പ്രഖ്യാപനമാണ്. കുറ്റപത്രം, അതായത് ഈശോയെ കൊന്നുകളഞ്ഞവർക്കെതിരെ കുറ്റപത്രം സമർപ്പിക്കുമ്പോൾ തന്നെ പത്രോസ് എന്താണ് വിശ്വസിക്കുന്നത്, ദൈവം എന്താണ് അവനിൽ ഈ ഈശോയിൽ ചെയ്തതെന്ന് പ്രഖ്യാപിക്കുകയാണ്. പരിശുദ്ധനും നീതിമാനുമായ. പരിശുദ്ധൻ ഹഗിയോസ് എന്നാണ് ഗ്രീക്ക്. എല്ലാത്തിൽ നിന്നും വേർതിരിക്കപ്പെട്ടവൻ എന്നാണ് അർത്ഥം. അതായത് ഭൗതികമായ എല്ലാത്തിൽ നിന്നും വേർതിരിക്കപ്പെട്ടവൻ, അശുദ്ധമായ എല്ലാത്തിൽ നിന്നും വേർതിരിക്കപ്പെട്ടവൻ, പാപമായ എല്ലാത്തിൽ നിന്നും വേർതിരിക്കപ്പെട്ടവൻ. ദൈവത്തിലുള്ള പര്യായ പദമാണ് പരിശുദ്ധൻ. നീതിമാൻ എന്ന് പറഞ്ഞാൽ, നെഗറ്റീവായിട്ട് പറഞ്ഞാൽ പാപമില്ലാത്തവൻ, പോസിറ്റീവായി പറഞ്ഞാൽ നീതി ചെയ്യുന്നവൻ, നിഷ്കളങ്കൻ. അപ്പോ നിഷ്കളങ്കനും പാപമില്ലാത്തവനും ദൈവത്തിന് തുല്യനുമായ ഈശോ മിശിഹായെ ആണ്
നിങ്ങൾ കൊന്നുകളഞ്ഞത്. പക്ഷെ ഞങ്ങൾ അവനിൽ വിശ്വസിക്കുകയാണ്. അപ്പോൾ പരിശുദ്ധനും നീതിമാനുമായ ഒരാളെ നിങ്ങൾ കൊലയ്ക്ക് കൊടുത്തപ്പോൾ നിങ്ങൾ അനീതി ചെയ്തു, അന്യായം ചെയ്തു. അങ്ങനെയുള്ളവരെ വിട്ടയക്കല്ലേ വേണ്ടത്. പീലാത്തോസ് പോലും വിട്ടയക്കാൻ ആഗ്രഹിക്കുക ചെയ്തത്. നിങ്ങളാണ് പറഞ്ഞത് വിട്ടയച്ചാൽ നീ സീസറിന്റെ സ്നേഹിതനല്ല, ഞങ്ങൾക്ക് സീസർ അല്ലാതെ വേറെ രാജാവില്ലെന്നൊക്കെ പറഞ്ഞ് മിശിഹായെ കാത്തിരുന്ന ജനങ്ങൾ തന്നെയാണ് മിശിഹ വന്നപ്പോൾ അവനെ തള്ളിപ്പറഞ്ഞത്. ഇപ്പോഴും പരിശുദ്ധനും നീതിമാനുമായ മനുഷ്യരെ നമ്മൾ കൊലയ്ക്ക് കൊടുക്കുന്നു, പ്രത്യേകിച്ചും നേതൃത്വം ഒറ്റിക്കൊടുക്കുന്നു, കൊല്ലാൻ വിട്ടുകൊടുക്കുന്നു. അപ്പൊ നമ്മള് വളരെ മൂർത്തമായ ഉദാഹരണങ്ങളാണ് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത്. മെത്രാന്മാര് തന്നെ തീരുമാനിച്ച് ഏകീകൃത കുർബാന ചൊല്ലാൻ തയ്യാറായി ബസലിക്കയിലുണ്ടായിരുന്ന തരിയനച്ഛനെ, ഞാളിയത്തച്ഛനെ പുറത്താക്കി. മാർപ്പാപ്പയെയും മെത്രാന്മാരെയും ധിക്കരിക്കുന്നവരെ അവിടെ വികാരിമാരായിട്ട് പ്രതിഷ്ഠിച്ചു. അന്ന് മഹാപുരോഹിതന്മാർ ചെയ്ത അതേ കാര്യമാണ്, യഹൂദ മഹാപുരോഹിതന്മാർ ചെയ്ത അതേ കാര്യമല്ലേ ഇപ്പൊ നമ്മുടെ ആളുകൾ ചെയ്യുന്നേ, നമ്മുടെ നേതൃത്വം ചെയ്യുന്നേ. മാർപ്പാപ്പ അംഗീകരിച്ചതും മെത്രാന്മാര് തീരുമാനിച്ചതുമായ കുർബാന അർപ്പിച്ചുകൊണ്ട് തോട്ടുപുറമച്ചനെ ചവിട്ടിപ്പുറത്താക്കി അൾത്താരിൽ നിന്ന്, ബലിപീഠത്തിൽ നിന്ന്. കർത്താവിന് ചെയ്തതുപോലെ പത്രോസിനെയും പൗലോസിനോടും ചെയ്തതുപോലെയാണ് ചെയ്തത്. ആരാ ചെയ്തത്? നേതൃത്വം. അങ്ങനെ ചെയ്തവർക്ക് എന്തെങ്കിലും ഒരു നടപടിയെടുത്തോ? ഒരു വാക്കാലെങ്കിലും നടപടിയെടുത്തോ? അപലപിക്കാനെങ്കിലും തയ്യാറായോ? ഈ ജോസഫ് കയ്യഫാസിനും അന്നാസിനും പിന്നെ പീലാത്തോസിനും കിട്ടിയ ശിക്ഷയിൽ നിന്ന് എന്തെങ്കിലും മാറ്റം ഉണ്ടാകുമോ നമ്മൾ ഈ ആളുകൾക്ക്? കർത്താവ് നീതിമാനാണ്, നീതി ചെയ്തിരിക്കും. അവൻ സ്നേഹം മാത്രമല്ല, പരിശുദ്ധനും നീതിമാനുമായവൻ എന്നാണ് പത്രോസ് പറഞ്ഞത്. സ്നേഹവാത്സല്യ നിധിയായ എന്നല്ല പറഞ്ഞത്, പരിശുദ്ധനും നീതിമാനുമായവൻ എന്നാണ്. നീതി അവൻ ചെയ്യും. പെർമനന്റ് സിനഡിന് വാക്ക് കൊടുത്തിരുന്നു മുമ്പത്തെ കൂരിയ, ഞങ്ങള് ഏകീകൃത കുർബാന നടപ്പാക്കാമെന്ന്. അതായത് മെത്രാന്മാര് തീരുമാനിച്ച കുർബാന നടപ്പാക്കാമെന്ന് വാക്ക് കൊടുത്തിരുന്ന, അത് നടപ്പാക്കിക്കൊണ്ടിരുന്ന കൂരിയായി പുറത്താക്കി. ആര്? മഹാപുരോഹിതനും അദ്ദേഹത്തിന്റെ അന്നാസും കയ്യഫാസും ചേർന്ന്. നിങ്ങൾ ദൈവത്തിന്റെ ന്യായാസനത്തിന് മുമ്പിൽ നിൽക്കേണ്ടി വരും. ഈ അന്നാസും കയ്യഫാസും ചെയ്ത കാര്യങ്ങൾ ആവർത്തിക്കുകയാണിപ്പോൾ. ഈ പത്രോസ് പറഞ്ഞ വാക്കുകൾ നോക്കിയാൽ, പരിശുദ്ധനും നീതിമാനുമായ അവനെ നിങ്ങൾ നിരാകരിച്ചിട്ട് പകരം ഒരു കൊലപാതകിയെ വിട്ടുതരണമെന്ന് അപേക്ഷിച്ചു. ജീവന്റെ നാഥനെ നിങ്ങൾ കൊന്നുകളഞ്ഞു. ആരെയാണ് ഈ കൊലപാതകി എന്ന് പറയുന്നത്? ബറാബാസ്. ബറാബാസിന്റെ പൂർണ്ണനാമം എന്താണ്? മത്തായിയുടെ സുവിശേഷത്തിന്റെ 27:17 നിങ്ങൾ മലയാളം തർജ്ജമകളിൽ അത് കാണാൻ ബുദ്ധിമുട്ടാണ്. ന്യൂ റിവൈസ് സ്റ്റാൻഡേർഡ് വെർഷൻ എന്ന് എടുത്ത് നോക്കുക. നിങ്ങളുടെ കയ്യിൽ ഇംഗ്ലീഷ് ബൈബിൾ ഉണ്ടെങ്കിൽ ന്യൂ റിവൈസ് സ്റ്റാൻഡേർഡ് വെർഷൻ ഗൂഗിൾ അടിച്ച് നോക്കിയാലും കിട്ടായിരിക്കും. ജീസസ് ബറാബാസ് എന്നാണ് ഈ ബറാബാസിന്റെ മുഴുവൻ പേര്. ജീസസ് ബറാബാസ്, ജീസസ് ക്രൈസ്റ്റ്, ജീസസ് ബറാബാസ്. ഈ ചോയ്സ് ആണ് പീലാത്തോസ് അവന് മുമ്പിൽ വെച്ചത്. ജനത്തിന് മുമ്പിൽ പത്രോസ് ആരോട് പ്രസംഗിക്കുന്നുവോ ആ ജനത്തിന് മുമ്പിൽ വെച്ചത് ജീസസ് ബറാബാസ് ഓർ ജീസസ് ക്രൈസ്റ്റ്. ബറാബാസ് എന്ന് വാക്കിന് എന്താർത്ഥം? ബറിയോന, ബറാബാസ് അബ്ബ ഫാദർ, ബറാബാസ് അപ്പന്റെ മകൻ എന്നാണ് വാക്കിനർത്ഥം. അപ്പോ ജീസസ് ബറാബാസ് കൊലപാതകിയാണ്. ഒരു പ്രക്ഷോഭത്തിനിടയ്ക്ക് കലഹമുണ്ടാക്കി, കലാപമുണ്ടാക്കി, കവർച്ചക്കാരനായി ഉള്ള ഈ കർത്താവിന്റെ രണ്ട് അപ്പുറത്തും ഇപ്പുറത്തും കുരിശിലേറ്റപ്പെട്ട ആ കവർച്ചക്കാർക്ക് ഉപയോഗിക്കുന്ന അതേ വാക്കാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ബാൻഡിറ്റ്, കവർച്ചക്കാരനാണ്, കള്ളനല്ല, കവർച്ചക്കാരൻ. ഒരു പ്രക്ഷോഭം നയിച്ച്, കലാപം നയിച്ച്, ഇപ്പൊ നമ്മുടെ എറണാകുളത്ത് വിമത വൈദ്യരും അൽമായി മുന്നേറ്റക്കാരൊക്കെ ചെയ്യുന്നില്ലേ, അതുതന്നെ. അതാണ് ഈ ബാൻഡിറ്റ്, കവർച്ചക്കാര്, കലാപം നയിച്ച് കാര്യം നേടുന്നവര്. അങ്ങനെ കൊലപാതകം ചെയ്ത് കലഹം ഉണ്ടാക്കി, കലാപമുണ്ടാക്കി, പ്രക്ഷോഭമുണ്ടാക്കി, കവർച്ച ചെയ്ത് അങ്ങനെയുള്ള ഒരാളാണ് ഈ ജീസസ് ബറാബാസ്. അതായത് ദൈവത്തിന്റെ അപ്പന്റെ മകനാണ്, ദൈവത്തിന്റെ മകനാണ്. വഴിതെറ്റിപ്പോയ, ക്രൂരമായ വഴികളിലേക്ക് പോയ, കൊലപാതകത്തിന്റെ വഴിയിലേക്ക് പോയ,
പ്രക്ഷോഭങ്ങളുടെയും കലാപങ്ങളുടെയും വഴിയേക്ക് പോയ ഈ കട്ടില് സമരം, കോലം കത്തിക്കല്, മാർപ്പാപ്പയുടെ പ്രതിനിധിയെ കുപ്പിയെറിയല്, കർത്താവിനെ ആക്ഷേപിക്കല്, ആഭിചാര കുർബാന അർപ്പിക്കല്, കക്കൂസ കുർബാന അർപ്പിക്കല്, ഇങ്ങനെയുള്ള വൃത്തികേടുകൾ ചെയ്യുന്നവരുടെ പ്രതിനിധിയാണ് ഈ ജീസസ് ബറാബാസ്. അപ്പുറത്ത് ജീസസ് ക്രൈസ്റ്റ്, പരിശുദ്ധനും നീതിമാനും. ഇതാണ് ചോയ്സ്. എന്നിട്ട് പാപികള് വിട്ടുതരാനാണ് ആവശ്യപ്പെട്ടത്. വിമതര്, അൽമായ മുന്നേറ്റക്കാരെ, അവരെ ആരെ വിട്ടുതരണമെന്ന് പറഞ്ഞു? പ്രക്ഷോഭകാരികളെ. അത് വിട്ടുകൊടുത്തു ആര്? ഈ നേതൃത്വം. അന്നും ഇന്നും എന്ത് വ്യത്യാസം പറയൂ? അന്നും ഇന്നും എന്ത് വ്യത്യാസമുണ്ട്? പക്ഷേ പരിശുദ്ധനും നീതിമാനുമായ ഒരുവന്റെ പ്രാണൻ കൊടുത്ത് കുറ്റവാളികളെ ദൈവത്തിന് മുമ്പിൽ നീതിമാന്മാരാക്കുന്ന ദൈവത്തിന്റെ പദ്ധതിയായിരുന്നത്. അതാണ് പത്രോസ് പറയണേ. ജീവന്റെ നായകനെയാണ് നിങ്ങൾ വിട്ടുകൊടുത്തത്. ജീവന്റെ നായകനെ ദൈവപിതാവ് എന്ത് ചെയ്തു? അവനെ മരിച്ചവനെ ഉയർപ്പിച്ചു. നിങ്ങൾ അവനെ മരണത്തിന് വിട്ടുകൊടുത്തു, കൊന്നുകളഞ്ഞു. പക്ഷേ ദൈവപിതാവ് അവനെ ഉയർപ്പിച്ചു. പരിശുദ്ധനും നീതിമാനുമായ ഒരുവന്റെ പ്രാണൻ കൊടുത്തിട്ട് കുറ്റവാളികളെ ദൈവത്തിന് മുമ്പിൽ നീതിമാന്മാരാക്കുന്ന ദൈവത്തിന്റെ പദ്ധതി. ഇതാണ് പുതിയ ഉടമ്പടി, പുതിയ നിയമം. അപ്പൊ ഈ തോട്ടുപുറച്ചന്റെയും ഞാളിയത്തച്ഛന്റെയും അങ്ങനെ മുമ്പത്തെ ഈ ക്രിമിനൽ കൂരിയ എന്ന് പറഞ്ഞിട്ട് അവർ അവഹേളിച്ച വിട്ടവരെയും അവരുടെ എല്ലാം പ്രാണൻ കർത്താവിന്റെ കുരിശിനോട് ചേർത്ത് വെച്ചിട്ട് അവരുടെ വില കൊണ്ട്, അവരുടെ പ്രാണന്റെ വില കൊണ്ട് ഈ വിമതരെയും മുന്നേറ്റക്കാരെയും രക്ഷിക്കാനായിട്ട് ദൈവം തുനിയും. പക്ഷേ അവരതിന് വില കൊടുക്കേണ്ടി വരും, ശിക്ഷ അനുഭവിക്കേണ്ടി വരും. അത് രക്ഷിക്കും, പക്ഷെ അഗ്നിയിലൂടെ എന്ന വണ്ണം രക്ഷിക്കുമെന്നാണ് പൗലോസ് പറഞ്ഞിരിക്കുന്നത്. അഗ്നിയിലൂടെ എന്ന വണ്ണം രക്ഷിക്കുക. എങ്കിലും നീതിപൂർവമായ നീതിയുള്ള ന്യായമുള്ള രക്ഷയാകൂ. നീതിയുള്ള ന്യായമുള്ള രക്ഷയാകണമെങ്കിൽ അത് അഗ്നിയിലൂടെ എന്ന വണ്ണം വേണം. അഗ്നിയിലൂടെ എന്ന പോലെ വേണം. അത് സംഭവിക്കും, സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ജീവന്റെ നായകനെ, ആ വാക്ക് വളരെ നല്ലതാണ്. അർഹേഗോസ് ഠേസ് സോയേസ് എന്നാണ്. അർഹേഗോസ് ഠേസ് സോയേസ്. നായകൻ, നാഥൻ, പ്രാരംഭകൻ, സ്ഥാപകൻ എന്നെല്ലാമാണ് അർഹേഗോസ് എന്ന വാക്കിനർത്ഥം. സോയേസ് എന്നതിന് നമ്മൾ ഉപയോഗിക്കുന്ന ബിയോസ് എന്ന് പറഞ്ഞ ബയോളജി, ജീവശാസ്ത്രത്തിലെ വാക്കല്ല. സോയേസ് എന്ന് പറഞ്ഞാൽ അനശ്വരമായ ജീവനാണ് ശരിക്കും. ഈശോയെ ജീവന്റെ നായകൻ, ജീവന്റെ സ്ഥാപകൻ, അതായത് ജീവശാസ്ത്രപരമായ ജീവനെക്കുറിച്ചല്ല ഇവിടെ പറയുന്നത്. ജീവശാസ്ത്രപരമായ ജീവൻ, അതിശയിക്കുന്ന ജീവൻ, മരണത്തിന്റെയും അഴികളുടെയും നിയമങ്ങൾക്ക് വിധേയമല്ലാത്ത ജീവൻ, ആ ജീവൻ സ്ഥാപിച്ചത് ഈശോയാണ്. അവന്റെ മരണത്താൽ, ആ മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിനാൽ ജീവനെ, പുതിയ ജെറുസലേം ജീവനെ സ്ഥാപിച്ചവനാണ് ഈ യേശു. അവനെയാണ്, ജീവന്റെ നായകനെയാണ് നിങ്ങൾ കൊലയ്ക്ക് കൊടുത്തത്. അതേസമയം ഈ ജീവശാസ്ത്രപരമായ ജീവൻ സൃഷ്ടിക്കുന്നതിലും ദൈവപിതാവിനോടൊപ്പം പുത്രത്തമ്പുരാൻ ഉണ്ടായിരുന്നു. ദൈവപിതാവിനോടൊപ്പം പ്രപഞ്ചത്തെ സൃഷ്ടിച്ചവനായതിനാൽ എല്ലാ സൃഷ്ടികളും സകല ജീവനും ഈ ലോകത്തിൽ സകല ജീവനും ഈശോയിൽ നിന്ന് ഉത്ഭവിക്കുന്നു. യോഹന്നാൻ 1:1-4, ഹെബ്രായ ലേഖനം 1:2 അത് കാണാം. അപ്പോൾ രണ്ട് തരത്തിലുള്ള ജീവനും, ജീവശാസ്ത്രപരമായ ജീവനും ജീവശാസ്ത്രപരമായ ജീവൻ അതിശയിക്കുന്ന അനശ്വരമായ ജീവനും, രണ്ടിന്റെയും നാഥനാണ്, സ്ഥാപകനാണ്, പ്രാരംഭകനാണ്, നാഥനാണ്, നായകനാണ് ഈശോ മിശിഹ. ലോകത്തെ മുഴുവൻ പരിശുദ്ധാത്മാവെന്ന നവജീവനിൽ പുതുക്കുന്നതും ഈശോയാണ്. യോഹന്നാൻ 20:22-23, 2 കൊരിന്ത്യർ 3:18. അതിനാൽ രണ്ട് തരത്തിലുള്ള ജീവനും, ജീവശാസ്ത്രപരമായ ജീവനും ജീവശാസ്ത്രപരമായ ജീവനെ മറികടക്കുന്ന, അതിനപ്പുറത്തുള്ള ജീവന്റെ അവസാന ഘട്ടമായ അനശ്വരമായ ജീവൻ, മരണത്തിന്റെയും അഴികളുടെയും നിയമങ്ങൾക്ക് വിധേയമല്ലാത്ത ജീവൻ, രണ്ടും സ്ഥാപിച്ച ആ ജീവന്റെ നായകനാണ് ഈശോ. അവനെയാണ് നിങ്ങൾ ഒറ്റിക്കൊടുത്തതും കൊലയ്ക്ക് കൊടുത്തതും. ആ ജീവന്റെ നായകനെ നിങ്ങൾക്ക് ശരിക്കും കൊന്നുകളയാൻ പറ്റുമോ? തീർച്ചയായിട്ടും മരിച്ചു, അവനെ കൊന്നു നിങ്ങള്. പക്ഷേ അവൻ ദൈവമാണ്. അതിനാൽ മരിച്ചവൻ ഉയർത്തെഴുന്നേറ്റു. ദൈവപിതാവ് അവൻ ഉയർത്തെഴുന്നേൽപ്പിച്ചു. രണ്ട് തരത്തിലുള്ള പ്രയോഗം പുതിയ നിയമത്തിലുണ്ട്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടത് കൂടി നമുക്ക് താരതമ്യം ചെയ്യാം. കഴിഞ്ഞ 3:13 സ്ലീഹന്മാർ നടപടി 3:13 ദാസൻ എന്ന വാക്ക് ഉപയോഗിച്ചിരുന്നു. ദാസൻ, ഇവിടെ നായകൻ എന്ന് ഉപയോഗിക്കുന്നു. ദാസൻ നായകനാണ്, ദാസനാണ് ജീവന്റെ സ്ഥാപകൻ. ഈ രണ്ട് ശീർഷകങ്ങളും ഉദ്ദേശിക്കുന്നത്
മോശെ യേശു എന്നൊരു താരതമ്യം അവതരിപ്പിക്കാനാണ്. അത് ക്രിസ്തുവിജ്ഞാനീയത്തിന്റെ ഒരു ഭാഗമാണ് ഈ മോശയും യേശുവുമായുള്ള ഒരു താരതമ്യം. ദൈവത്തിന്റെ ദാസനായിരുന്നു മോശെ, സംഖ്യ 12:7. എന്നാൽ ദൈവഭവനം മുഴുവന്റെയും നായകനുമായിരുന്നു മോശെ, സംഖ്യ 12:7. ദൈവത്തോട് നേരിട്ട് സംസാരിക്കാനുള്ള ഭാഗ്യം മോശയ്ക്ക് ലഭിച്ചു. എങ്കിലും ദൈവത്തിന്റെ പിൻഭാഗം മാത്രം കാണാനേ മോശയ്ക്ക് കഴിഞ്ഞുള്ളൂ. പിതാവിന്റെ മടിയിലിരിക്കുന്ന പുത്രനാണ്, ദൈവം തന്നെയായ പുത്രനാണ് യേശു. യോഹന്നാൻ 1:18. ദൈവം തന്നെയായ പുത്രൻ. എന്നാൽ മോശയെ പോലെ ദാസന്റെ ദൗത്യം സ്വീകരിച്ചാണ് വന്നത്. പുത്രൻ ദാസനാവുകയാണ് ഈശോയുടെ കാര്യത്തില്. ദാസനെ പുത്രനിലേക്ക് ഉയർത്തുകയാണ് മോശയുടെ കാര്യത്തില്. രണ്ടു തമ്മിൽ വ്യത്യാസമുണ്ട്, വിപരീത ദിശയിലാണ്. വെറും ദാസനായിരുന്ന മോശയെ പുത്രനടുത്ത സ്ഥാനത്തേക്ക് ഉയർത്തുകയാണ് പഴയ നിയമത്തില്. ദൈവം തന്നെയായ പുത്രൻ ദാസന്റെ രൂപം സ്വീകരിച്ച് അടിമയായി ഭൂമിയിലേക്ക് വരികയാണ് ഈശോയുടെ കാര്യത്തില്. അപ്പോൾ പുതിയ മനുഷ്യവംശത്തിന്റെ, വീണ്ടെടുക്കപ്പെട്ട മനുഷ്യവംശത്തിന്റെ നായകനായി, നാഥനായി, പ്രാരംഭകനായി, സ്ഥാപകനായി ദൈവപിതാവ് പുത്രനെ അവരോധിച്ചു. ഇതാണ് പത്രോസ് പറയണേ. ഞാൻ പറഞ്ഞല്ലോ, ഏറ്റുമുട്ടലിന്റെ ഭാഷയാണ് പത്രോസ് ഉപയോഗിക്കുന്നത്. ജീവനിലേക്ക് നയിക്കുന്ന ജീവന്റെ നായകനെയാണ് ഈ അവിടെ ഇരിക്കുന്ന പത്രോസിന്റെ മുമ്പിൽ ഇരിക്കുന്ന ആളുകൾ കൊന്നുകളഞ്ഞത്. പക്ഷേ അവൻ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് നിത്യമായി ജീവിക്കുകയും തന്നോട് ബന്ധപ്പെട്ടിരിക്കുന്നവരെ നിത്യജീവനിലേക്ക്, അനശ്വര ജീവനിലേക്ക് നയിക്കുകയും ചെയ്യുന്നു. യേശു തുറന്നിട്ട പാതയുടെ ആത്യന്തിക ലക്ഷ്യം ഈ പറഞ്ഞ സോയേസ് എന്ന് പറയുന്ന ജീവനാണ്, അനശ്വര ജീവൻ. അതായത് ജീവശാസ്ത്രപരമായ ജീവന്റെ ഘട്ടം കടന്ന് അടുത്ത ഘട്ടത്തിലേക്ക്, അന്തിമ ഘട്ടത്തിലേക്ക് കടക്കുന്ന ജീവൻ. അങ്ങനെ നൽകാൻ മരിച്ചവൻ ഉയർപ്പിക്കപ്പെട്ട യേശുവിന് മാത്രമേ കഴിയൂ. രാമൻ മരിച്ചവൻ ഉയർത്തെഴുന്നേറ്റുണ്ടോ? കൃഷ്ണൻ മരിച്ചവരിൽ ഉയർത്തെഴുന്നേറ്റിട്ടുണ്ടോ? ഇല്ല. ബുദ്ധൻ മരിച്ചവരിൽ ഉയർത്തെഴുന്നേറ്റോ? ഇല്ല. മുഹമ്മദ് ഉയർത്തെഴുന്നേറ്റോ? ഇല്ല. വേറെ ആരെങ്കിലും ഉയർത്തെഴുന്നേറ്റിട്ടുണ്ടോ? ഇല്ല. അതുകൊണ്ട് അവർക്ക് ആർക്കെങ്കിലും ഈ ജീവന്റെ അന്തിമ ഘട്ടമായ സോയേസ്, അനശ്വര ജീവൻ നൽകാൻ കഴിയുമോ? അവർക്കാർക്കും ഇല്ലാത്ത ജീവൻ അവർക്ക് എങ്ങനെ നൽകാൻ കഴിയും? മരിച്ചവരിൽ ഉയർപ്പിക്കപ്പെട്ട ഒരേ ഒരാളേ ഉള്ളൂ, അത് ഈശോ മിശിഹയാണ്. അതുകൊണ്ട് അവനോട് ബന്ധപ്പെട്ടിരിക്കുന്നവർക്ക് മാത്രമേ അനശ്വര ജീവനുള്ളൂ, മരണാന്തര ജീവനുള്ളൂ. ഇതുകൊണ്ടാണ് ഈശോ ഏക രക്ഷകനാണ് നമ്മൾ പ്രഖ്യാപിക്കുന്നത്. നമ്മൾ അഹങ്കാരം കൊണ്ടോ ഒരു പേട്രണൈസിങ് ടെൻഡൻസി ഉള്ളത് കൊണ്ടല്ല, സത്യം പറയേണ്ടതുള്ളത് കൊണ്ടാണ് അത് പറയുന്നത്. അതുകൊണ്ട് ഈ കാര്യം മുഖത്ത് നോക്കി, മറ്റുള്ളവരുടെ മുഖത്ത് നോക്കി പറയണം. സുവിശേഷം ഏറ്റുമുട്ടലിന്റെ ഭാഷ തന്നെയാണ്. പക്ഷെ അത് സായുധ വിപ്ലവമല്ല, സദ്വാർത്തയാണ്. സുവിശേഷം നല്ല വിശേഷമാണ്, മറ്റാർക്കും നൽകാൻ പറ്റാത്ത നല്ല വിശേഷം. അതാണ് യേശുക്രിസ്തു നൽകിയിരിക്കുന്നത്. ആ യേശുക്രിസ്തു ബന്ധപ്പെട്ടിരിക്കുന്നവർക്ക് ഈ അനശ്വര ജീവനിലേക്ക് കടക്കാൻ പറ്റും. അവനത് നേടിയത് ഇങ്ങനെയുള്ള ഈ സ്വന്തക്കാരാൽ തിരസ്കൃതനായി, കൊലപാതകം വിട്ടു തരണമെന്ന് ആവശ്യപ്പെട്ട്, പരിശുദ്ധന് നീതിമായവനെ കൊന്നുകളയണമെന്ന് ആവശ്യപ്പെട്ട ജനത്തിന്റെ ആ കഠിനമായ ക്രൂരതയിലൂടെ കടന്നുപോയിട്ടാണ്. ഇന്ന് ക്രിസ്ത്യാനികൾക്കുള്ള വിളിയും ഇങ്ങനെയൊക്കെ തന്നെയാണ്. അതിനാൽ എറണാകുളത്ത് നടക്കുന്ന പരിപാടികൾ കണ്ടിട്ട് നമ്മൾ ആശങ്കാകുലരാകേണ്ട കാര്യമില്ല. നമ്മൾ വിശ്വസിക്കുന്നത് ആരിലാണ്? ഈ കൊലപാതകയായ ബറാബാസിലല്ല, അവനെ വേണമെന്ന് ആവശ്യപ്പെട്ട മത നേതൃത്വത്തിലല്ല, ഈശോ മിശിഹായിലും അവന്റെ പിതാവായ ദൈവപിതാവിലുമാണ്. മരിച്ചവരിൽ അവൻ ഉയർപ്പിച്ച ആ ദൈവപിതാവിലും പരിശുദ്ധാത്മാവിന്റെ ശക്തിയിലുമാണ്. ആ ശക്തിയിൽ വിശ്വസിക്കുന്നവർ മാത്രം ഈ സുവിശേഷം, ഏറ്റുമുട്ടലിന്റെ സുവിശേഷത്തിൽ നടക്കുക. വിജയം കർത്താവ് നമുക്ക് നൽകും. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.